2021 ഈ ഗവൺമെൻറ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് CM-ൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ്. ഞാനടക്കം CM-ൻ്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CM-ൻ്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CM-നോട് വെറുപ്പാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ, കേട്ടിരിക്കുകയാണ് CM. എന്നിട്ട് ഞാൻ കൈ നീട്ടി ഇങ്ങനെ ആ സംസാരത്തിനിടയിൽ. ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ്. ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് CM. ഇനിയും അവനെ വിശ്വസിക്കാൻ ഞാൻ പറയാണ്. ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കുകയാണ്. അപ്പോഴേക്കെന്താ എനിക്ക് തൊണ്ടയിടറി, എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതായി, കണ്ണിന്ന് വെള്ളം വന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങിൽ, അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത്. ഈ 8 വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത് അദ്ദേഹം ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് തീണ്ടാത്തൊരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും. ഞാൻ കരഞ്ഞു അവിടുന്ന്. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. 3-4 മിനിറ്റ് ഞാൻ ഇരുന്നു. കാരണം എനിക്ക് എൻ്റെ കണ്ണ് നനഞ്ഞ അപ്പം ചോരക്കട്ടയാവും എൻ്റെ കണ്ണ്. പുറത്ത് ആളുകൾ നിൽക്കുകയാണ്. എനിക്ക് CM-ൻ്റെ ക്യാബിൽ നിന്ന് പുറത്ത് കിടക്കാൻ മാർഗ്ഗമില്ല. അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ പറഞ്ഞു CM-നോട്, CM ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായാൽ ഈ കേസിൽ വലിയ പ്രയാസം വരും. CM അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ? അത് ഒരു ബുദ്ധിമുട്ടാണല്ലോ. അയാളുടെ സ്വഭാവം ഇപ്പോൾ ഈ വായിച്ചപ്പോൾ തന്നെ CM-ന് മനസ്സിലായതല്ലേ. അപ്പോൾ CM എന്നോട് പറഞ്ഞു അതിന് DGP ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു DGP ആൾ സാധുവല്ലേ CM, ഇത് എവിടെയെങ്കിലും എത്തുമോ? അപ്പോൾ CM നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇയാൾ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ CM-നോട് ചോദിച്ചു, CM പുറത്ത് പത്രക്കാരുണ്ട്, ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല, ഇറങ്ങിയാൽ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്നും കൂടി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താ, അപ്പം എനിക്ക് വീണ്ടും ആവേശമായി. കാരണം CM അത്രയും സപ്പോർട്ടല്ലേ. അങ്ങനെ ഞാൻ വരുന്നു, പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു. അല്ല, അന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ച എന്നൊക്കെ പറഞ്ഞ സമയം. അപ്പോൾ ഞാൻ ശാന്തമായിരുന്നു സത്യത്തിൽ. കാരണം CM-ൻ്റെ ആ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷെ കാണുന്നു. മാഷെ കണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. അത് നിങ്ങൾ എലി പൂച്ച പട്ടി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ എന്ന് വന്നത്. മാഷിക്ക് പോയി കണ്ട് പ്രസ്ഥാനം നടത്തിയെന്ന് പറഞ്ഞതല്ല, അതൊരു വാസ്തവ. ദയവായി നിങ്ങളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഞാൻ പോരുന്നു. ഞാൻ ഇടവണ്ണ രാത്രി 10 മണി 9 മണിക്ക് എത്തുമ്പോൾ വിവരം വരുന്നു, എന്താണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ആഹാ, PV അൻവർ സിന്ദാബാദ്. ഞാൻ തന്നെ വിളിക്കുക, PV അൻവർ സിന്ദാബാദ്. അങ്ങനെ പോകുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അതിൻ്റെ പിറ്റേന്ന് അപ്പോഴേക്ക് പാർട്ടി ലീഡേഴ്സ് വിളിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, സ്ട്രോങ് ആയ ആക്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നി സ്ട്രോങ് ആയ ആക്ഷനാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരോ വിളിച്ച് ചോദിച്ചു സന്തോഷമായോ? നമ്മൾ സന്തോഷമായിട്ടില്ല, ആശ്വാസമായി എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും സന്തോഷമായിട്ടില്ല. എനിക്കെന്തോ ഒരു സാധനം അപ്പോഴും എൻ്റെ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് മാന്തുന്നുണ്ട്. എനിക്കത് മനസ്സിലാവണം എന്താണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എന്തായി, ഈ ശശിധരൻ മലപ്പുറം SP മാറ്റുന്നു, 3-4 DSP മാറ്റുന്നു. ഈ PV അൻവറിൻ്റെ ശേഷി കേരളത്തിലെ പോലീസ് ഭരിക്കുന്നത് PV അൻവർ സിന്ദാബാദ് എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോഴും എനിക്കിത് ഉള്ളിൽ തട്ടണില്ല. എനിക്ക് സംവെയർ ഈസ് റോങ്. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്തുവാന്ന് IG വരുന്നു. 9 മണിക്കൂർ മൊഴിയെടുക്കുന്നു, വിശാലമായി കാര്യങ്ങൾ കേൾക്കുന്നു. ഇതെല്ലാം നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ 3 ആക്ഷൻ നടക്കുന്നു. DSP മാറ്റുന്നു. അതിനിടയിൽ എനിക്ക് ഫോൺ വരുന്നു, മലപ്പുറത്തെ SP-ൻ്റെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം. എന്തോ പടച്ചോൻ്റെ ഇതിന് എനിക്ക് തോന്നി ഒരു പേര് പറയേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, അത് നല്ല ആരെങ്കിലും വെച്ചോന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അൻവർ വലുതാവില്ലേ നിങ്ങളെ കണക്കിൽ?